നേതൃത്വം രണ്ട് തരത്തിലുണ്ട്. അതായത് കാന്തം പോലെയാണ് നേതൃത്വം. കാന്തവും രണ്ട് തരത്തിലുണ്ട്. അതായത് ഇലക്ട്രിക് കാന്തവുമുണ്ട്, സ്വാഭാവികമായ കാന്തവുമുണ്ട്. ഇപ്പൊ വൈദ്യുതി കടത്തിവിട്ടാൽ മാത്രം കാന്തശക്തിയുള്ള കാന്തം, ഇലക്ട്രിക് മാഗ്നറ്റ് എന്ന് പറയും. അധികാരമുള്ളപ്പോൾ മാത്രം നേതാവായിരിക്കുക, അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ജനങ്ങൾ ചുറ്റുമുണ്ടായിരിക്കുക, നേതൃത്വം ആഘോഷിക്കുക, ഇതൊക്കെ അതിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അധികാരമില്ലാത്തപ്പോഴോ ഒരാളും കൂടെയില്ല, ആളും അനക്കവുമില്ല, ഈ നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ചില നേതാക്കളുണ്ട്, അവർക്ക് അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. എപ്പോഴും ആൾക്കാർ അവരെ ആശ്രയിക്കുന്നു, എപ്പോഴും അവരിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും അവർ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ അവരെ ക്ഷണിക്കുന്നു, പല പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് അവരുടെ ചുറ്റും നിൽക്കുന്നു. ഇത് സ്വാഭാവിക നേതൃത്വമാണ്. അപ്പോൾ നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം, ഞാനൊരു വൈദ്യുത കാന്തമാകണോ യഥാർത്ഥ കാന്തമാകണമോ? യഥാർത്ഥ കാന്തം എന്ന് പറയുന്ന നേതൃത്വമാണ് എല്ലാ കാലത്തും വിലയുള്ളതും നിലനിൽക്കുന്നതും എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള നേതാവാകാനാണ് ശ്രമിക്കേണ്ടത്? യഥാർത്ഥത്തിലുള്ള നേതാവാകാനാണ് ശ്രമിക്കേണ്ടത്.